അമീർ എന്നാണ് പേര്. ഹിസ് എ ഫാഷൻ ഡിസൈനർ. അറിയാം. കാര്യങ്ങളൊക്കെ രാഹുൽ എന്നോട് പറഞ്ഞു. മക്കളുടെ കാര്യങ്ങളിൽ എല്ലാ മാതാപിതാക്കൾക്കും ചില സ്വപ്നങ്ങളുണ്ട്, സങ്കല്പങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളുടെ സ്വപ്നങ്ങൾ മോളിൽ അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. മോളുടെ ജീവിതമാണ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഞങ്ങൾ മോൾക്ക് തരുന്നു. അതുപോലെ തന്നെ ഡാഡിക്കും മമ്മിക്കും മോളുടെ ജീവിതത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ പറയുകയാണ്. അമീറിൻ്റെ കേസിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഒന്നാമതായി വിവാഹത്തിൻ്റെ പ്രായം മോൾക്കായിട്ടില്ല. യു ഹാവ് എ ലൈഫ് അഹെഡ്. മോളൊന്നും പറഞ്ഞില്ല. എനിക്കാരെയും വേദനിപ്പിക്കണമെന്ന് ആഗ്രഹമില്ല. എനിക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്നിൽ നിന്ന് അകന്നിരുന്നിട്ടും അമീർ അത് മനസ്സിലാക്കി. ഞാൻ പോലും അറിയാതെ എന്നെ മാറ്റിയെടുത്തു. ഉടനൊരു വിവാഹം വേണമെന്നല്ല ഞാൻ ആവശ്യപ്പെടുന്നത്. അമീറിൽ ഞാൻ കംഫർട്ടബിൾ ആണ്. ബിക്കോസ് ഹി നോസ് ഹൗ ടു ഹാൻഡിൽ മീ. സൂണർ ഓർ ലേറ്റർ ഐ വിൽ നീഡ് ഹിം. ഡാഡി എപ്പോഴും പറയാറില്ലേ, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ ആരെയും ഭയക്കേണ്ടതില്ലെന്ന്. അമീർ എന്റെ ശരിയാണ്. എന്റെ തീരുമാനങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഐ ആം സോറി. സാരമില്ല. ഇതാണ് മോളെ ജീവിതം. സ്നേഹിക്കുന്നവർ തന്നെ ചിലപ്പോൾ വേദനിപ്പിക്കും. അത് ക്ഷമിക്കുവാനും സഹിക്കുവാനും കഴിയുമ്പോൾ അതൊരു സുഖമുള്ള വേദനയായി മാറും. ഒരു കാര്യത്തിൽ ഡാഡിക്ക് സന്തോഷമുണ്ട്. എൻ്റെ മോൾ വളരെ പക്വതയോടെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹാറ്റ്സ് ഓഫ് ടു അമീർ. ഇനി ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. എത്രയും വേഗം ഞങ്ങൾക്ക് അമീറിനെ കാണണം. അമീർ വന്നേ പറ്റൂ. ഞാൻ പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് മോൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ നിമിഷം വരെ അമീർ മോളുടെ വിശ്വാസമാണ്. നാളെ ഏതെങ്കിലും രീതിയിൽ ആ വിശ്വാസം തകർക്കപ്പെട്ടാൽ, അത് മോളെ വേദനിപ്പിച്ചാൽ ഞങ്ങൾ തകർന്നു പോകും. സോ എക്സ്പെക്ട് ദ വേസ്റ്റ്. മോളുടെ ഏത് പ്രശ്നത്തിലും ഞങ്ങൾ കൂടെ ഉണ്ടാവും. എന്തു വന്നാലും നമ്മൾ ഒറ്റക്കെട്ടായി ഫേസ് ചെയ്യും. താങ്ക് യു ഡാഡി. ജുവലിന്റെ ഡാഡി എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അമീറിനെ കുറിച്ച് ഡാഡി മമ്മി അറിഞ്ഞു. അമീറിനെ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. I know it sounds weird, but I need you. I need your care, attention. But ജുവൽ, എന്റെ പ്രായം you don't know. I don't care that. ഞാൻ ഇഷ്ടപ്പെട്ടത് അമീറിന്റെ മനസ്സിനെയാണ്. അമീർ എന്നെ തള്ളി പറയരുത്. Please don't let me down. You must come. അമീർ വന്ന അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അമീർ, Amir, are you there? Please respond. Amir, please respond. Yeah, ഞാൻ വരാം. Thank you, Amir. Thank you so much. Thank you. Thank you. 2 ദിവസത്തിന് ശേഷം അമീറിന്റെ ഇമെയിൽ കിട്ടി. ഒരു ഫാഷൻ ഷോയോടനുബന്ധിച്ച് അമീർ പാരീസിന് പോവാണെന്നും അതുകൊണ്ട് 3 മാസത്തിന് ശേഷം, അതായത് ഡിസംബർ 16-ന് ലഞ്ചിന് വീട്ടിലെത്തുമെന്ന് അറിയിച്ചു. തിരക്കായതിനാൽ ഈ സമയത്ത് സംസാരിക്കാൻ കഴിയില്ലെന്നത് എന്നെ വല്ലാതെ തളർത്തി. അമീറുമായി സംസാരിക്കാനാവാതെ 3 മാസം ഞാൻ എങ്ങനെ തള്ളി നീക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്കിലും അമീർ ഒരു ചതിയനല്ലെന്ന് എൻ്റെ പാരൻസിനെ ബോധ്യപ്പെടുത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ ഡിസംബർ 16-ന് വേണ്ടിയുള്ള എൻ്റെ കാത്തിരിപ്പ് ആരംഭിച്ചു.
അമീർ വരുന്ന ഇന്നാണെന്ന് മോള് ഞങ്ങളെ അറിയിച്ചില്ലെങ്കിലും മോളുടെ ഡാഡി ഞങ്ങളെ വിളിച്ചറിയിച്ചു. അല്ലേടോ? വാ. വാ രാഹുൽ. Hey, what's this? Are you aiming blindly with closed eyes? Sorry, Chucky. Actually, I was... ജുവലല്ലേ? ഞാൻ ഫാദർ ഫെലിക്സ്, അമീർ വളർന്ന സെയിന്റ് ആന്റണീസ് ഓർഫനേജിന്റെ ഡയറക്ടറാണ്. ഇല്ല, അമീർ വന്നിട്ടില്ല. അമീർ എവിടെ? മിസ്റ്റർ ജോസഫ്. അതെ, അമീർ എന്താ വരാതിരുന്നത്? പറയാം. മോളോട് പറഞ്ഞതുപോലെ ഫാഷൻ ഷോയുടെ തിരക്കിന്റെ കാര്യം അമീർ എന്നെയും വിളിച്ച് സൂചിപ്പിച്ചിരുന്നു. ഒരു 10-12 ദിവസം കഴിഞ്ഞ് വീണ്ടും അവൻ എന്നെ വിളിച്ചു. അത്യാവശ്യമായി മുംബൈ വരെ ചെല്ലണമെന്ന് പറഞ്ഞ് അവൻ എന്നെ നിർബന്ധിച്ചു. ഞാൻ ചെല്ലുമ്പോൾ അവനൊരു ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ വെച്ചാണ് അമീർ ജൂവലിനെ പരിചയപ്പെട്ട കഥ എന്നോട് പറഞ്ഞത്. അമീറിന് എന്ത് പറ്റി ഫാദർ? അമീറിന് ജൂവലിനോട് എന്തോ പറയാനുണ്ട്. ഞാൻ വരാം ഫാദർ, ഞാൻ വരാം. അതിന്റെ ആവശ്യമില്ല. ശബ്ദത്തിലൂടെ സൗഹൃദത്തിലെത്തിയവരാണല്ലോ നിങ്ങൾ. അമീറിന് പറയാനുള്ളത് ദാ ഇതിലുണ്ട്. Hi, Joel. It's me, Amir. I'm sorry I couldn't make it. യാദൃശ്ചികമായിട്ടാണ് നമ്മൾ പരിചയപ്പെട്ടത്. പെട്ടെന്ന് തന്നെ നമ്മൾ നല്ല സുഹൃത്തുക്കളായി. പക്ഷേ എല്ലാം തുറന്നു പറയില്ല എന്നൊരു ധാരണ നമുക്കിടയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ ജുവലിൽ നിന്ന് മറച്ചു വെച്ചു. ജുവലിൻ്റെ സൗഹൃദം ഒരു പ്രണയത്തിലേക്ക് വഴുതി മാറുന്നത് കണ്ടപ്പോൾ ഞാനൊന്ന് പതറി. ഞാൻ ആദ്യം കരുതിയത് ഇനി ഒരിക്കലും ജുവലിനെ കോണ്ടാക്ട് ചെയ്യരുതെന്നായിരുന്നു. പക്ഷെ പിന്നീട് തോന്നി അത് പാടില്ല. സത്യം ജുവൽ അറിയാതിരുന്നാൽ ഞാനൊരു ചതിയനായി മാറും. ഒരു പക്ഷേ അത് ജുവലിനെ തകർത്ത് കളയും. അല്പം വിഷമിച്ചാലും സത്യം ജുവൽ അറിയുന്നത് തന്നെയാണ് നല്ലത് എന്ന് തോന്നി. ഞാൻ എപ്പോഴും പറയാറില്ലേ, ബി പ്രാക്ടിക്കൽ ഇൻ ലൈഫ് ആൻഡ് ടേക്ക് ലൈഫ് ആസ് ഇറ്റ് കംസ്. നാളിതുവരെ ഞാൻ പറഞ്ഞതൊക്കെ ജുവൽ അനുസരിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ജുവൽ പപ്പയും മമ്മിയെയും അനുസരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ജുവൽ, വൈദ്യശാസ്ത്രത്തിൻ്റെ കരുണയിൽ ജീവിക്കുന്ന ഒരു രോഗിയാണ് ഞാൻ. എൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. മമ്മി, എന്നെ സഹായിക്കണം. ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ ക്ഷമിക്കണം, എന്നെ സഹായിക്കണം. എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല.
അച്ഛൻ എന്റെ മോളെ അമീറിന്റെ അടുത്തൊന്ന് എത്തിക്കണം പ്ലീസ്. ഈ സീഡ് തരുമ്പോ അവൻ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അവന്റെ മരണശേഷമേ ഇതിവിടെ എത്തിക്കാവുന്നു. മോളെ